നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്മയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ പുതുവത്സരാശംസകൾ. പല കാര്യങ്ങളും ആരെയും ഭയമില്ലാതെ വെട്ടിത്തുറന്നു പറയുന്നയാളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈ വെട്ടിത്തുറന്നു പറച്ചിൽ പലപ്പോഴും വെള്ളാപ്പള്ളിയെ കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം കാര്യമാക്കാറില്ല. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ നേതാക്കളും കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തുന്നതും പതിവാണ്. ലക്ഷ്യം ഈഴവ സമുദായത്തിൻ്റെ വോട്ട്. ഇനി ഇവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണോ അതോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദായ നേതാക്കളുടെ വീടിൻ്റെ തിണ്ണ നിരങ്ങുന്നത് ഒരാചാരമായിട്ടാണോ എന്നറിയില്ല. ആ സമയം അടുക്കുമ്പോൾ നേതാക്കൾ വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തും. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്ന് കരുതുന്നവർ പോലും അദ്ദേഹം പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് കിട്ടാനുള്ള വോട്ട് പോലും അദ്ദേഹം പിന്തുണയ്ക്കുന്ന പാർട്ടിക്ക് കിട്ടില്ല. എന്നിട്ടും നേതാക്കൾ അവിടെ എത്തും. ഇന്നലത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശം കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഇനി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആത്മാവെങ്ങാനും വെള്ളാപ്പള്ളിയുടെ ശരീരത്തിൽ കയറിക്കൂടിയോ എന്നായിരുന്നു സംശയം. കാരണം ഗോവിന്ദൻ പോലും ഇത്ര ന്യായീകരിച്ച് സംസാരിക്കില്ല. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി വന്നിറങ്ങിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തിയിരുന്നു. ഈ പരാമർശം വെള്ളാപ്പള്ളിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അതോടെ വെള്ളാപ്പള്ളി വല്ലാതെ രോഷാകുലനായി. ഭരണത്തിൽ പങ്കാളിയായി എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച പാർട്ടിയാണ് CPI എന്നായിരുന്നു വെള്ളാപ്പള്ളി തിരിച്ചടിച്ചത്. വൈകിയാണെങ്കിലും CPIക്ക് വെളിപാടുണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്നുള്ള ആരോപണവും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചതും. സാധാരണ ഇത്തരം പരാമർശങ്ങൾ CPIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനാണ്. പക്ഷേ ഇവിടെ പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയാണ്. CPIയെ ചതിയൻ ചന്തു എന്നാണ് വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചത്. CPI കൂടെ നിന്ന് ചതിക്കുകയാണെന്നും ചതിയൻ ചന്തുവാണ് CPI എന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് CPIയെ ചൊടിപ്പിച്ചു. അതോടെ ആ തലപ്പാവ് ചേരുന്നത് വെള്ളാപ്പള്ളിക്കാണെന്നും വെള്ളാപ്പള്ളിയല്ല LDF എന്നും യഥാർത്ഥ ചതിയൻ ചന്തു വെള്ളാപ്പള്ളിയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. കേരളത്തിൽ എന്തും എപ്പോഴും പറയാൻ ലൈസൻസ് ഉള്ള ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. വർഗീയതയായാലും രാഷ്ട്രീയമായാലും തനിക്ക് തോന്നുന്നത് പറയാൻ വെള്ളാപ്പള്ളി ആരെയും ഭയക്കാറില്ല. മുസ്ലിം ലീഗാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളാപ്പള്ളിയുടെ ഇര. വെള്ളാപ്പള്ളി പറയുന്നത് ഒരു പരിധിവരെ സത്യവുമാണ്. പക്ഷേ ഇന്നലെ വെള്ളാപ്പള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു കാര്യം, കാസർഗോഡും മലപ്പുറത്തും വയനാട്ടിലും SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അനുമതി സർക്കാർ നൽകുന്നില്ല എന്നാണ്. ഏത് സർക്കാർ എന്ന ചോദ്യത്തിന് UDF സർക്കാർ എന്നുത്തരം. കഴിഞ്ഞ 9 കൊല്ലങ്ങളായി സർക്കാർ അനുമതി നൽകിയില്ലേ എന്നുള്ള ട്രീ കട്ടർ ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് വെള്ളാപ്പള്ളി മറുപടി നൽകിയത് മൈക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരുന്നു. കാര്യം കന്നം തിരിഞ്ഞവന്മാരാണ് ട്രീ കട്ടേഴ്സ് എങ്കിലും ആ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം 9.5 കൊല്ലങ്ങളായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ വലം കൈയും വിസിൽ ബ്ലോഗറുമാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പിണറായി വിജയന്റെ സർക്കാർ അനുമതി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുഞ്ഞുങ്ങളും അക്കാര്യം വിശ്വസിക്കില്ല. സംഗതി അതല്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി SNDPയും SN ട്രസ്റ്റും വെള്ളാപ്പള്ളിയുടെ കുടുംബ സ്വത്ത് പോലെയാണ്. ഈ കാലയളവിൽ ട്രസ്റ്റിൻ്റെയും യോഗത്തിൻ്റെയും കീഴിലുള്ള 1-2 ആശുപത്രികൾ പൂട്ടി. കോളേജുകളിലെ ബാത്റൂമുകളുടെ അവസ്ഥ പോലും പരമദയനീയമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തിയില്ലെന്നു മാത്രമല്ല, അതിനെയൊക്കെ കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്തു വെള്ളാപ്പള്ളി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വയനാട്ടിലും കാസർഗോട്ടും മലപ്പുറത്തുമൊക്കെ കോളേജ് തുടങ്ങണമെന്ന് വെള്ളാപ്പള്ളി പറയുന്നത് വിശ്വസിക്കാൻ വയ്യ. ഒന്നുകിൽ വിവാദമുണ്ടാക്കാൻ, അല്ലെങ്കിൽ മതിഭ്രംശം. അങ്ങനെ കരുതാനേ കഴിയൂ. ഇനി അനുമതി കിട്ടി കോളേജുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അത് സ്വന്തം കുടുംബത്തിൻ്റെ പേരിലായിരിക്കാനേ തരമുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ നിലപാടാണ് ശരി. എന്നുവെച്ചാൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും പിന്താങ്ങുന്ന നിലപാട്. കാരണം ഒരു പിണറായി ഭരണം കൂടി താങ്ങാനുള്ള ശേഷി മെട്രോയുടെ പില്ലറുകൾക്ക് പോലുമില്ല, പിന്നല്ലേ ജനങ്ങൾക്ക്. അതുകൊണ്ട് വെള്ളാപ്പള്ളി പിണറായിയെ പിന്താങ്ങുന്ന നിലപാടെടുത്താൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് കിട്ടാൻ സാധ്യതയുള്ള ചെറുതല്ലാത്തൊരു ശതമാനം വോട്ട് മറ്റു പാർട്ടികളുടെ പെട്ടിയിൽ വീഴുമെന്നുറപ്പാണ്. പിണറായിയുടെ ഭരണവിരുദ്ധ വികാരത്തിനോടൊപ്പം വെള്ളാപ്പള്ളിയുടെ പിന്താങ്ങുന്ന നിലപാട് കൂടിയാകുമ്പോൾ കാര്യങ്ങൾ ശുഭം. ഇനി അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാലും വെള്ളാപ്പള്ളി കുലുങ്ങില്ല. പുള്ളി കളമൊന്ന് മാറ്റി ചവിട്ടും, അത്ര തന്നെ. ഇതെല്ലാം കാണാനാണ് നമ്മുടെ വിധി. തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ പുതുവത്സരാശംസകൾ.